ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. ടെലിവിഷൻ അവതാരകനും നടനുമായ മിഥുൻ രമേശ് പൾസി എന്ന ഒരു രോഗം ബാധിച്ച ആശുപത്രിയിലായ വിവരം അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയിരുന്നു ഇക്കഴിഞ്ഞ ദിവസം. നേരത്തെ ബീന ആന്റണിയുടെ ഭർത്താവും അതുപോലെ തന്നെ നടനുമായ മനോജിനും ഈ രോഗം ബാധിച്ചിരുന്നു. അതിനു മുൻപ് നമ്മുടെ പോപ്പ് സിംഗറായ ജസ്റ്റിൻ ബീബറെയും ഇതേ അസുഖം ബാധിച്ചിരുന്നു. നമുക്ക് അധികം കേട്ടുകേൾവിയില്ലാത്ത ഈ ഒരു രോഗം കോവിഡിന് ശേഷമാണ് പലരിലും കണ്ടുവരുന്നതായി റിപ്പോർട്ടുകൾ വരുന്നത്. മുഖത്തിന്റെ ഒരു വശത്തെ മസിലുകൾക്ക് പെട്ടെന്ന് ബലക്ഷയം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത്. അതിനാൽ തന്നെ മുഖത്തിന്റെ ഒരു ഭാഗം കോടിപ്പോകുകയാണ് ചെയ്യുന്നത്. ചിരിക്കുമ്പോൾ ഒരു വശത്തേക്ക് മാത്രമാകും ആ ഒരു ചിരി. ഇത് ബാധിച്ച ഭാഗത്തെ കണ്ണടയ്ക്കാനും പ്രശ്നം അനുഭവപ്പെടും. അക്യൂട്ട് പെരിഫറൽ ഫേഷ്യൽ പൾസി എന്നും ഈ ഒരു രോഗം അറിയപ്പെടുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ യാത്രകളുടെ ഇടയിൽ നിങ്ങളിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് അറിഞ്ഞൂടാ, എനിക്ക് ചെറിയൊരു പാൽസി എന്ന് പറയുന്ന സാധനം അവിടെ ജസ്റ്റിൻ ബീബറിനൊക്കെ വന്ന അസുഖമാണ് അത് വന്നിട്ടുണ്ട്. അതായത് എനിക്കിപ്പോൾ ചിരിക്കുമ്പോൾ ഞാൻ ജനകരാജായിട്ടാണ് ചിരിക്കണേ, ഈ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഈ സൈഡ് അടങ്ങാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എൻ്റെ ഒരു കണ്ണ് കറക്റ്റ് അടയും, മറ്റേ കണ്ണ് എനിക്ക് ഫോഴ്സ് ചെയ്ത് അടയ്ക്കുമ്പോൾ ഇങ്ങനെ അടയ്ക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ അടയ്ക്കണമെങ്കിൽ രണ്ട് കണ്ണ് ഒരുമിച്ച് അടയ്ക്കണം, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഈ ഒരു സൈഡ് ഒരു ഇച്ചിരി ചെറിയ ഒരു പാർഷ്യൽ പാരാലിസിസ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. മാറും എന്നാണ് പറയുന്നത്. ഞാനിപ്പം അനന്തപുരി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഏത് പ്രായത്തിലും നമ്മെ ബാധിക്കാവുന്ന ഒരു രോഗമാണ് ഇത്. പാർഷ്യൽ പാരലൈസിസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഇത് എന്നാൽ സ്ട്രോക്കിന്റെ ഗണത്തിൽ അല്ല. വൈറൽ ഇൻഫെക്ഷനുകൾക്ക് ശേഷം വരാവുന്ന ഒരു രോഗമാണ് ഇത്. ഏതാനും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിലോ മുഖത്തിന്റെ ഒരു വശത്ത് വരാവുന്ന ഒരു അവസ്ഥയാണിത്. നാം ചിരിക്കുമ്പോൾ അത് ബാധിച്ച വശത്തേക്ക് നമ്മളിങ്ങനെ കോടിപ്പോകുകയാണ്. ആ ഭാഗത്തെ കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതുപോലെ തന്നെ രോഗം ബാധിച്ചയിടത്ത് വായ്ക്ക് ചുറ്റുമായോ ചെവിക്ക് പുറകിലോ ഒക്കെ ആയിട്ടാണ് നമുക്ക് ആ ഒരു വേദന അനുഭവപ്പെടുന്നത്. ആ ഭാഗത്ത് സൗണ്ട് സെൻസിറ്റിവിറ്റിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതായത് ശബ്ദം കേട്ടാൽ നമുക്ക് ഭയങ്കര ദുസ്സഹമാകുന്ന ആ ഒരു അവസ്ഥ, തലവേദന, രുചി അറിയാൻ സാധിക്കാതിരിക്കുക, അതുപോലെ കണ്ണീരിന്റെയും അളവിൽ വരുന്ന വ്യത്യാസം എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ചില അപൂർവം കേസുകളിൽ ഇത് മുഖത്തിന്റെ ഇരുവശങ്ങളെയും ബാധിക്കും. വൈറസ് ബാധ സ്ട്രോക്കിന് സമാനമായ ലക്ഷണങ്ങൾ കാണിക്കുമെങ്കിലും ഇത് സ്ട്രോക്ക് അല്ല. സാധാരണഗതിയിൽ ചികിത്സകൾക്ക് ശേഷം ഒരു പൂർവ്വസ്ഥിതിയിൽ എത്താനും സാധിക്കുന്നതായാണ് മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനോജ് ആ ഒരു രോഗം വന്ന് ഇപ്പോൾ അദ്ദേഹം പൂർവ്വസ്ഥിതിയിലേക്കായിട്ടുണ്ട് എന്നാണ് നമുക്ക് പല വീഡിയോകളിൽ നിന്നും വ്യക്തമാകുന്നത്. കഴിവതും വേഗം ചികിത്സ തേടുക എന്നത് വളരെ പ്രധാനമാണ്. ഇതിന്റെ മുഖ്യ കാരണം എന്താണെന്ന് വ്യക്തമായി അറിയില്ല എങ്കിലും ഒരു വൈറസ് ബാധയ്ക്ക് ശേഷം ഇതുണ്ടാകാൻ സാധ്യതകൾ ഏറെയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഫ്ലൂ, അഡിനോ വൈറസ് കാരണം ഉണ്ടാകുന്ന ശ്വാസകോശ പ്രശ്നങ്ങൾ, അതുപോലെ ചിക്കൻ പോക്സ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാക്കുന്ന വൈറസുകൾ എന്നിവയെല്ലാം ഇതിന് കാരണമാകാം. ഇവയ്ക്ക് ശേഷം പൾസി ഉണ്ടാകാം എന്നാണ് അർത്ഥം. കാരണങ്ങൾ: ചിലർക്ക് ഇതുണ്ടാകാൻ സാധ്യതകൾ ഏറെയാണ്. ഗർഭിണികളിൽ ആദ്യ 3 മാസവും പ്രസവശേഷം ആദ്യത്തെ ആഴ്ചയും ഇതുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ അപ്പർ റെസ്പിറേറ്ററി അണുബാധ, അതായത് കോൾഡ്, ഫ്ലൂ എന്നിവ ബാധിച്ചാലും ഈ ഒരു അവസ്ഥയുണ്ടാകാം. പ്രമേഹം, ഹൈ BP, അമിതവണ്ണം എന്നിവയെല്ലാം ഇതിലേക്ക് നയിക്കുന്ന ചില കണ്ടീഷനുകളാണ്. പാരമ്പര്യവും ഇതിന് ഒരു കാരണമായി വരുന്നുണ്ട്. ഇതത്ര ഗുരുതരമല്ലെങ്കിൽ 1 മാസത്തിൽ തന്നെ ഭേദമാകാം. അപൂർവമായി ചിലരിൽ ഇത് അല്പം കൂടി ഗുരുതരമാകാം. മുഖത്തെ നെർവുകളൊക്കെ പൂർണ്ണമായും നശിച്ചാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്നത്തെ ഹെൽത്ത് ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരും ഹാപ്പിയായും സേഫായും ഇരിക്കുക. ബൈ.